ശ്രീ ഭരത് സുരേഷ് ഗോപി കഷ്ടത അനുഭവിക്കുന്നവരുടെ താങ്ങും തണലുമായ മനുഷ്യസ്നേഹിയെക്കുറിച്ച് രണ്ടു വാക്ക്. കൊല്ലം ജില്ലയിൽ ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും മകനായി ഭുജാതനായ ശ്രീ സുരേഷ് ഗോപി 1965 കെ സേതുമാധവൻ സംവിധാനം ചെയ്ത ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട്. രാജാവിന്റെ മകൻ, സായം സന്ധ്യ, 20-ാം നൂറ്റാണ്ട്, ഭൂമിയിലെ രാജാക്കന്മാർ, ഒരു വടക്കൻ വീരഗാഥ, ദൗത്യം എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ പ്രതിനായകനായി മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായി. തലസ്ഥാനം, ഏകലവ്യൻ, മാഫിയ, കമ്മീഷണർ തുടങ്ങിയ അനേകം ചിത്രങ്ങളിലൂടെ അഭ്രപാളികളിൽ തിളങ്ങിയ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി കളിയാട്ടത്തിലെ കണ്ണൻ പെരുമലേനിലൂടെ ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും മലയാള നാടിന് വാങ്ങിത്തന്നു. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി 250-ൽ പരം ചിത്രങ്ങളിൽ വേഷമിട്ട ഇദ്ദേഹം ഗായകൻ, അവതാരകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടിയിട്ടുണ്ട്. 2016 മുതൽ 5 വർഷം രാജ്യസഭാ MP ആയി സേവനമനുഷ്ഠിച്ച നാളുകളിൽ മാത്രമല്ല, സർക്കാരുകൾ എത്തപ്പെടാത്ത മേഖലകളിലും സ്ഥലങ്ങളിലും സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹിയുടെ സഹായഹസ്തങ്ങൾ ആവോളം പ്രവഹിക്കുകയുണ്ടായി. സുപ്രസിദ്ധ ചലച്ചിത്രതാരം ആറന്മുള പൊന്നമ്മയുടെ ചെറുമകളും ഗായികയുമായ രാധികയും സുപ്രസിദ്ധ സിനിമാതാരം ശ്രീ ഗോകുൽ സുരേഷ് ഉൾപ്പെടെ 4 മക്കളുമായി തിരുവനന്തപുരത്ത് നിവസിക്കുന്നു. അർഹതപ്പെട്ടവർക്ക് തന്നാൽ ആകുന്നതിലധികം സേവനസന്നദ്ധനാകുന്നത് ഒരു അവകാശമായി കാണുന്നു. കാവൽ എന്ന ചിത്രത്തിൽ കാർമേഘം മൂടുന്നു എന്ന ഗാനത്തിലൂടെ സന്തോഷ് എന്ന അതുല്യ കലാകാരന്റെ കാർമേഘമകറ്റിയത് ഇതിന്റെ മകുടോദാഹരണമാണ്. വയനാടും അട്ടപ്പാടിയും ഉൾപ്പെടെ നിരവധി ആദിവാസി ഊരുകളിൽ അവരുടെ ഉന്നമനത്തിനായി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മിമിക്രി കലാകാരന്മാർ ഉൾപ്പെടുന്ന കലാകാരന്മാരുടെ നിരവധി ഭവനങ്ങൾ സുരേഷേട്ടന്റെ നന്മയുടെ രുചി അറിഞ്ഞവരാണ്. നല്ലൊരു പ്രകൃതി സ്നേഹിയായ ഇദ്ദേഹം തരിശായ പല കൃഷിസ്ഥലങ്ങളും പച്ചപ്പാക്കുകയുണ്ടായി. ജപ്തി ഭീഷണി നേരിടുന്നവർക്കും നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കും കൈത്താങ്ങായി നിലകൊള്ളുന്നു എന്നത് എടുത്തു പറയണം. ശ്രീ സുരേഷ് ഗോപിയുടെ നിസ്തുല സംഭാവനകളെ ആദരിച്ചുകൊണ്ട് ചെട്ടികുളങ്ങരയമ്മ സേവാ പുരസ്കാരം നൽകുന്നതിൽ ചെട്ടികുളങ്ങരയമ്മ പ്രവാസി സേവാ സമിതി ദുബായിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. നമ്മുടെ സ്വന്തം ഭരത് സുരേഷ് ഗോപി സാമൂഹ്യ നന്മയുടെ പ്രതീകമായി എന്നും നിലകൊള്ളുവാൻ ചെട്ടികുളങ്ങര ഭഗവതിയുടെ കരുണാകടാക്ഷം എപ്പോഴും ശ്രീ സുരേഷ് ഗോപിക്കും കുടുംബത്തിനുമുണ്ടാകട്ടെ എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളുന്നു.